വിശുദ്ധ ഫൗസ്റ്റീന. ദൈവത്തിൻ്റെ കരുണ ഈ ലോകത്തിൽ അറിയിക്കുവാനായി ദൈവം തിരഞ്ഞെടുത്ത കരുണയുടെ അപ്പോസ്തലയാണ്. വിശുദ്ധ ഫൗസ്റ്റീന പോളണ്ടിൽ ജനിച്ചു. ഒരു കർഷക കുടുംബത്തിലെ 10 മക്കളിൽ 3-മത്തവൾ ആയിരുന്നു വിശുദ്ധ ഫൗസ്റ്റീന. സന്യാസ ജീവിതത്തിൽ ഒരു സന്യാസിനിയായി ജീവിക്കുവാൻ ആഗ്രഹിച്ചു. ആരും അവളെ സ്വീകരിച്ചില്ല. വീട്ടുകാർ എതിർത്തു. അവസാനം കരുണയുടെ മാതാവിൻ്റെ മിണ്ടാമഠത്തിൽ അവൾ സ്വീകരിക്കപ്പെട്ടു. വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ കാവൽക്കാരിയും അടുക്കളപ്പണിക്കാരിയും തോട്ടപ്പണിക്കാരിയുമായി അവൾ ജോലി ചെയ്തു. പക്ഷേ ഈശോ അവളെ അത്യുന്നതമായ കൃപകൾ കൊണ്ട് നിറച്ചു ധന്യയാക്കി. ആഴമായ ദൈവജ്ഞാനം, ദർശനങ്ങൾ, വെളിപാടുകൾ, അദൃശ്യ പഞ്ചക്ഷതം, പ്രവചനപരം, ആഴമായ സ്നേഹത്തിൻ്റെ അഗാധതയിൽ അവൾ നിറഞ്ഞു. ഈ ലോകത്തിൽ 33 വർഷം മാത്രമേ അവൾ ജീവിച്ചിരുന്നുള്ളൂ. 1938 ഒക്ടോബർ 5 അവൾ ദൈവസന്നിധിയിലേക്ക് യാത്രയായി. 2000 ഏപ്രിൽ 30 വിശുദ്ധ ജോൺ പോൾ II അവളെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. ഇത് ദൈവകരുണയുടെ കാലമാണ്. ഈശോ വിശുദ്ധ ഫൗസ്റ്റീനയോട് പറഞ്ഞു, എൻ്റെ മകളെ, നീ സർവ്വലോകത്തോടും എൻ്റെ കരുണയെപ്പറ്റി പറയുക. മനുഷ്യവംശം മുഴുവനും എൻ്റെ അനന്തമായ കരുണയെക്കുറിച്ച് അറിയുവാൻ ഇടയാകട്ടെ. ഇത് യുഗാന്ത്യത്തിൻ്റെ, ലോകാവസാനത്തിൻ്റെ അടയാളമായിരിക്കും. അതിനുശേഷം നീതിയുടെ സമയം വരും. ഈ സമയത്ത് എല്ലാവരും എൻ്റെ കരുണയിൽ അഭയം തേടട്ടെ. അവിടെ നിന്ന് ഒഴുകുന്ന തിരുരക്തത്തിൽ നിന്നും തിരുജലത്തിൽ നിന്നും ഫലമെടുക്കട്ടെ. ഈശോ അവളോട് പറഞ്ഞു, പഴയ നിയമകാലത്ത് ഞാൻ ഇടിമുഴക്കത്തിൻ്റെ ശക്തിയോടെ പ്രവാചകന്മാരെ എൻ്റെ ജനത്തിൻ്റെ അടുക്കലേക്ക് അയച്ചു. ഇന്ന് എൻ്റെ കരുണയുമായി ഞാൻ നിന്നെ ലോകത്തിൽ എല്ലാ ജനതകളിലേക്കും അയക്കുന്നു. മനുഷ്യകുലത്തെ ശിക്ഷിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, മറിച്ച് എൻ്റെ കരുണാർദ്രമായ ഹൃദയത്തോട് ചേർത്തണച്ച് ഞാൻ അതിനെ സുഖപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. നീതിയുടെ വാൾ കയ്യിലെടുക്കുവാൻ ഞാൻ മടിക്കുന്നു. നീതിയുടെ ദിവസത്തിന് മുന്നോടിയായി ഞാൻ കരുണയുടെ ദിനത്തെ അയക്കുന്നു.